ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണീസ് ക്രിയേഷൻസ്. നമ്മളിപ്പോൾ എങ്ങോട്ടാ നടന്നു പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? വേറെ എങ്ങോട്ടും കേട്ടോ, നമ്മളെ വീടിൻ്റെ കുറച്ചെടുത്തായിട്ട് ഒരു പുഴയുണ്ട്. അപ്പോൾ ആ പുഴയുടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിലിരുന്നപ്പോൾ പണികളൊക്കെ ഒരുങ്ങി. അപ്പോൾ അതിന് വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എങ്ങോട്ടേലും പോകണമെന്ന് തോന്നിയപ്പോൾ പുഴയുടെ അവിടേക്ക് പോകുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഡൂസ് അവിടെ നിന്ന് വീണു. പിന്നെ അവളെ എടുത്ത് എണീപ്പിച്ചിട്ട് നമ്മൾ പുഴയുടെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ആ പുഴയിലേക്ക് ഇറങ്ങാൻ കുറച്ച് അപ്പുറത്തൊരു കടവുണ്ട്. പക്ഷേ അവിടേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ കുറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് മാറി അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടെ കുട്ടികൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കളിച്ചു. അപ്പോൾ വൈകുന്നേരത്ത് ഇങ്ങനെ പുഴയുടെ അരികിലൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റുണ്ടാവും, നല്ല രസമുണ്ടാവും, നല്ലൊരു പ്രത്യേക ഒരു ഫീലുണ്ടാവും. അങ്ങനെ അതിൻ്റെ കുറച്ചപ്പുറത്ത് പമ്പ് ഹൗസ് ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെയും കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വീട് എടുത്തുള്ള ആൾക്കാരെ തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ ലേഡീസ് അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന എണ്ണക്കടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. കുഡൂസിന് ഏറ്റവും ഇഷ്ടം സുഗിയനും പഴംപൊരി കേട്ടോ. അപ്പോൾ കുഡൂസ് ഇതിന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് സുഗിയനായിരുന്നു. അപ്പോൾ അവളത് കഴിച്ചു. ഞങ്ങളിതാ ബാക്കി ഇതൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എണ്ണക്കടി എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിതാ അങ്ങനെ അവിടെ ഇരുന്ന് അതെല്ലാം കഴിക്കൽ കഴിഞ്ഞ് പിന്നെ അവിടെ ആ പമ്പ് ഹൗസിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പോയപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് പോയി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ്. അപ്പോൾ പപ്പായ മരം ഉണ്ടായിരുന്നു ഈ വഴിയിൽ. അപ്പോൾ അതിൽ പപ്പായ ഉണ്ടോ നോക്കുകയാണ് ഞാൻ. ഉണ്ടെങ്കിൽ 2 പറിച്ച് കവറിലാക്കാമല്ലോ വിചാരിച്ച്. പക്ഷേ ആകുമ്പോൾ ഉണ്ടായിരുന്നൊക്കെ ചെറുതായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ നടന്നുകൊണ്ട് ഇങ്ങനെ പോന്നു. അപ്പോൾ അവിടെ ഒരു ചാലുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത് അതിനപ്പുറത്തേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് പോരുകയാണ്. അപ്പോൾ വണ്ടി കുറച്ച് മേലെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ആ പാടത്ത് നടന്നിട്ട് വേണം നമുക്ക് പുഴയിലേക്ക് എത്താൻ. അപ്പോൾ അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് വരുന്ന സ്ഥലത്ത് വണ്ടി നിർത്തിയതിൻ്റെ അവിടെ ഒരു 2 ആനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരാന മാത്രമേ അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു പൂച്ച കണ്ടു ആനേനെ നോക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി കടയിൽ കയറി. പിന്നെ സാധനങ്ങൾ മേടിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അതിനെ കൈ പിടിച്ച് വലിക്കുകയാണ്. അവിടെ പമ്പരം കണ്ടിട്ടുണ്ടായിരുന്നു അവൻ. അപ്പോൾ അവനത് വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ എന്ത് സാധനം മേടിച്ചാലും അത് വീട്ടിലെത്തണതിൻ്റെ മുന്നേ അവൻ അവൻ്റെ പരിപ്പൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ അതൊന്നും മേടിക്കാൻ നിന്നില്ല. പിന്നെ അവർക്ക് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് അതൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ അത് മേടിച്ച് ഇറങ്ങി. പിന്നെ അതിൻ്റെ കാശൊക്കെ കൊടുത്തിട്ട് നമ്മൾ സാധനം മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തി. പിന്നെ ചെടികളൊക്കെ കുറച്ച് ഇങ്ങനെ നനയ്ക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ കാണുന്നവരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.